നമ്മൾ സ്റ്റേറ്റിൻ്റെ ക്ലാസ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ആണ്, റിയാക്ട് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ്. എന്നിട്ട് നമ്മൾ ഇതിലെ ഓരോ മെത്തേഡും ഇതിലാകെ 3 മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, 3 ഫേസുകളാണ് നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും, എന്നിട്ട് നമ്മൾ ഹുക്സ് പഠിക്കും, പിന്നെയാണ് റിയാക്റ്റിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, ഫങ്ഷണൽ കോമ്പൗണ്ട്സ് വെച്ച് നമുക്ക് ഇതെല്ലാം നോക്കാനുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ആണ്. എന്താണ് റിയാക്റ്റിലെ ലൈഫ് സൈക്കിൾ മെത്തേഡ്? ലൈഫ് സൈക്കിൾ മെത്തേഡിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ഇവിടെ പറയാൻ പോകുന്നത്. ലൈഫ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയുമ്പം ഇത് കണ്ടോ, ഒരു ബേബി സ്റ്റേറ്റ് ആണ് ഞാനിവിടെ ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മൗണ്ടിങ് എന്ന് പറയണ ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ട് നമ്മുടെ റിയാക്റ്റിലെ ഓരോ കോമ്പോണൻറ്റിനും. കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ കോഡ് എഴുതി ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പോണൻറ്റ്സ്. ആ കാര്യമാണ് നമ്മുടെ വെബ്സൈറ്റായിട്ട് ഇവിടെ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നത്. ഓക്കെ, ആ ഒരു കോമ്പോണൻറ്റ് ജനിക്കുന്നത്, അതായത് ആ ഒരു കോമ്പോണൻറ്റിനെ നമ്മളൊരു ഹ്യൂമനുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് ജനിക്കുന്നതിനെ, അതായത് ബർത്ത് ഓഫ് എ കോമ്പോണൻറ്റ്, ഒരു കോമ്പോണൻറ്റിൻ്റെ ജനനത്തെയാണ് നമ്മൾ മൗണ്ടിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് റിയാലിലൊരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ആയി, അതായത് ഡോമിൽ നമ്മൾ ഈ കാണുന്ന സംഭവമാണ് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ, നമ്മൾ പഠിച്ചാണ്. ഡോമിൽ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ആയതിനെയാണ് നമ്മൾ എന്താ പറയുക, മൗണ്ടിങ് എന്ന് പറയുന്നത്. റിയാക്റ്റിൻ്റെ ഒരു കോമ്പോണൻറ്റിൻ്റെ ആദ്യത്തെ ഫേസ്, അതിൻ്റെ ജീവചക്രത്തിലെ ലൈഫ് സൈക്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാക്റ്റിലെ ഒരു കോമ്പോണൻറ്റിൻ്റെ ജീവചക്രമാണ്. ഓക്കെ, മനുഷ്യനെ പോലെ തന്നെ അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് മൗണ്ടിങ്. ഓക്കെ, മൗണ്ടിങ്ങിൽ തന്നെ കൺസ്ട്രക്ടർ ഇവിടെ കണ്ടോ കുറേ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ബോധേഡാകണ്ട. കാരണം നമ്മൾ ലൈഫ് സൈക്കിൾ മെത്തേഡ് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ റിയാലിൽ കുറേ മെത്തേഡ്സ് പണ്ടുണ്ടായിരുന്നു, 10-16 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇപ്പം കോമൺ ആയിട്ട് 3 മെത്തേഡ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ലൈഫ് സൈക്കിൾ മെത്തേഡ്, അതായത് 3 ജീവചക്രത്തിലെ 3 അവസ്ഥകൾ. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തേതാണ് മൗണ്ടിങ്. അതായത് റെൻഡറിന് ശേഷം, റെൻഡറും ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. റെൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻഡറിങ്ങിന് ശേഷം, അതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. റെൻഡറിങ്ങിന് ശേഷം എന്ത് സംഭവിക്കുന്നു, നമ്മൾ എഴുതിയിരിക്കുന്ന കോഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എലമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കോമ്പോണൻറ്റ്, നമ്മൾ കോഡിൽ ക്രിയേറ്റ് ചെയ്ത H1 H2 നമ്മൾ എന്താണോ അതിന് നമ്മുടെ വെബ്സൈറ്റിൽ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ മൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനുഷ്യൻ്റെ ജീവചക്രം എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ് ഉണ്ട്. എന്താണ്? നമ്മൾ വളരുന്ന, ഇപ്പോൾ നമ്മൾ മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആ കോമ്പോണൻറ്റിൻ്റെ ജനനം മാത്രമായിട്ടുള്ളൂ. ആ കോമ്പോണൻറ്റിന് പിന്നെ വളർച്ച ഉണ്ടാകും. ആ കോമ്പോണൻറ്റിൻ്റെ ജീവചക്രത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ വളർന്ന് വലിയതായിട്ട് നല്ല നിലയിലെത്തുന്നത് പോലെ തന്നെ ആ കോമ്പോണൻറ്റിൻ്റെ, ആ റിയാക്റ്റ് എലമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ കോമ്പോണൻറ്റിനും ഉണ്ട് അപ്ഡേറ്റിങ്. ഓക്കെ, അതിൻ്റെ ലൈഫ് സൈക്കിളിനിടയിലും അതിന് മാറ്റങ്ങൾ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി മൗണ്ട് ആയിട്ടുള്ള നമ്മൾ ഈ സ്ക്രീൻ കാണുന്ന ഈ എലമെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഫേസ്, അപ്ഡേറ്റിംഗ്. അതായത് നമ്മുടെ കോമ്പോണൻറ്റിൻ്റെ ഗ്രോത്ത്. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്, നമ്മളിവിടെ പഠിച്ചത് എന്താണ്, ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഫേസിലെ കോമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് ആണ്, അതായത് മൗണ്ടിങ്. സെക്കൻഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ് ആണ്. ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ പഠിക്കുകയുള്ളൂ. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, നമ്മളിതിൻ്റെ രണ്ടാമത്തെ ഫേസിൽ ഈ ഒരു കോമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ് ആണ് പഠിക്കുന്നത്. ഈ കോമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാക്റ്റിൻ്റെ കേസിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ, നമ്മുടെ ഈ ഒരു കോമ്പോണൻറ്റിൻ്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് എന്ന് പറയണത് നമ്മുടെ കോമ്പോണൻറ്റിൽ, അതായത് നമ്മുടെ ഡോമിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റ് യൂസ് ചെയ്യും. അപ്പോൾ റെൻഡർ ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ കിട്ടും. അപ്പം നമ്മുടെ ആ ഒരു എലമെൻറ്റിനെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പോണൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റ് യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ എലമെൻറ്റിൽ മാറ്റങ്ങൾ വരും. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ എലമെൻറ്റിൽ സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ അപ്ഡേഷൻ നടക്കും. അതിനെയുണ്ട് നമ്മൾ കോമ്പോണൻറ്റ് ഡേറ്റ അപ്ഡേറ്റ് എന്ന് പറയും. ഓക്കെ,
അപ്പോൾ മൗണ്ടിങ്ങിന് ശേഷം നമ്മുടെ ഡോമിൽ ഒരു എലമെൻറ്റ് ജനനത്തിന് ശേഷം അതിൻ്റെ ജീവചക്രത്തിൽ രണ്ടാമതേ വരുന്ന മാറ്റങ്ങളാണ് അപ്ഡേറ്റിംഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതായത് സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോഴാട്ടോ അപ്ഡേറ്റിംഗ് നടക്കുന്നത് ആക്ച്വലി. ഓക്കെ, നമുക്ക് ഇനി ഇത്രയാണ് അപ്ഡേറ്റിങ്ങിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ 3 മെത്തേഡും, അതായത് കോമ്പണന്റ് ഡിഡ് മൗണ്ട്, കോമ്പണന്റ് ഡിഡ് അപ്ഡേറ്റ്, കോമ്പണന്റ് വിൽ അൺമൗണ്ട്, ഈ 3 മെത്തേഡുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകും, നിങ്ങൾ പഴയ ക്ലാസ് കണ്ടിട്ടില്ലേ, താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്, അത് പോയി നോക്കുക, കാണുക. എന്നിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നു, അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ കടക്കും. എന്താണ്, റിയാക്റ്റ് ഹുക്സിലേക്ക് നമ്മൾ കടക്കും. സ്റ്റേറ്റും അതുപോലെ യൂസ് എഫക്റ്റും അതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. ഫങ്ഷണൽ കോമ്പണൻസിൽ അതെല്ലാം പഠിക്കും. എന്നിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ മനസ്സിലായി കാണും. നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണോ വരുന്നത് അതുപോലെ തന്നെയാണ് റിയാക്റ്റ് ലൈഫ് സൈക്കിൾ മെത്തേഡിൽ നടക്കുന്നത്. റിയാക്റ്റ് കോമ്പോണൻറ്റിന് വരുന്ന അതിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, മൗണ്ടിങ് നടന്നു, ശേഷം അപ്ഡേഷൻ നടന്നു. ഓക്കെ, സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ അപ്ഡേഷൻ ഉണ്ടാകും. സെക്കൻഡ് അൺമൗണ്ടിങ്. എന്താണ് അൺമൗണ്ടിങ്? അൺമൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കോമ്പോണൻറ്റിനെ നമ്മുടെ ഡോമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ്. അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ കോമ്പോണൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രോപ്പർട്ടി ഡോമിൽ നിന്ന് റിമൂവ് ആയി. ഡോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോർഷൻ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബട്ടണാണെന്ന് വിചാരിച്ചോ. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ടെസ്റ്റ് അങ്ങ് ഇല്ലാതെയായിപ്പോയി. അതായത് എൻ്റെ ഡോമിൽ നിന്ന് ആ ടെസ്റ്റ് റിമൂവ് ആയിപ്പോയി. അതിനാണ് കോമ്പണന്റ് വിൽ അൺമൗണ്ട് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷം, ഏജായി നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ഇവിടെ ഞാൻ അത് ഒന്നും ഇവിടെ ഇതുപോലെ എഴുതിയ പോലെ ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അവിടെ ഇമേജ് കാണിച്ചിരിക്കുന്ന ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ഇമേജ് ആട്ടോ. അൺമൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പണൻറ്റ് പിന്നെ ഇല്ല, അത് റിമൂവ് ആയി. ഡോമിൽ നിന്ന് കംപ്ലീറ്റ്ലി അത് റിമൂവ് ആയി. ഓക്കെ, അപ്പം അതിനെയാണ് അൺമൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ എപ്പോൾ പഠിക്കും? നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്ന് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി വെച്ചതാണ്. എന്താണ്, മൗണ്ടിങ് ഉണ്ട്, അപ്ഡേറ്റിംഗ് ഉണ്ട്, അൺമൗണ്ടിങ് ഉണ്ട്. നമ്മുടെ റിയാക്റ്റിൻ്റെ ജീവചക്രത്തിലെ 3 ഫേസുകൾ, 3 അവസ്ഥകളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അതിൻ്റെ അകത്ത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കോമ്പണന്റ് ഡിഡ് മൗണ്ട്, കോമ്പണന്റ് ഡിഡ് അപ്ഡേറ്റ്, കോമ്പണന്റ് വിൽ അൺമൗണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഉള്ളൂ. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പണ്ട് റിയാക്റ്റിൽ ഇതുപോലെയുള്ള കുറേ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ അതെല്ലാം മാറ്റി ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 3 മെത്തേഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലൈഫ് സൈക്കിൾ മെത്തേഡുകൾ. ഓക്കെ, ഈ ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡിൻ്റെ ഈ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ റിയാക്റ്റിൻ്റെ സംഭവമൊക്കെ വർക്ക് ചെയ്യണത്. നമ്മൾ ഹുക്ക് എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റും അതുപോലെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ നമ്മുടെ ഹുക്സൊക്കെ വർക്ക് ചെയ്യുന്നത്. അതായത് ക്ലാസ് കോമ്പോണൻസിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു, അത് നമുക്ക് ഫങ്ഷണൽ കോമ്പോണൻസിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇന്ന് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഉബണ്ടുവിൻ്റെ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് പറയും കേട്ടോ. ഉബണ്ടുവിൻ്റെ ഒരു പുതിയ ഡിസ്ട്രോയാണ്. എനിക്കിഷ്ടപ്പെട്ടു ഉബണ്ടു DDE എന്നാട്ടോ ഈ ഡിസ്ട്രോയുടെ പേര്. കംപ്ലീറ്റ്ലി നമുക്കിത് എന്താ പറയുക, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി വേറെ ലുക്കാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഉബണ്ടു DDE എന്നാണ് ഈ ഒരു ഡിസ്ട്രോയുടെ പേര്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.